ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് നമ്മുടെ തറവാട്ടിലുള്ള കിണറ്റിലുള്ള വരാലിനെ പിടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ 4ാമത്തെ ദിവസമാണ് നമ്മൾ ഇത് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. 3 ദിവസം നമ്മൾ തവള, മണ്ണിര, പിന്നെ ലൈവ് ഫിഷ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെന്താ ഈ പെല്ലറ്റും മൈദയും കൂടി കുഴച്ചിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ജീവനുള്ള തവളയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അതിലൊന്നും കിട്ടിയില്ല. പിന്നെ ചെമ്മീനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിലൊന്നും കിട്ടിയില്ല. ഇപ്രാവശ്യം നമ്മൾ മറ്റേ പോട്ട എന്ന ഒരു മീൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് പാറ്റയൊന്നും കിട്ടിയില്ല കേട്ടോ, അതുമാത്രം ട്രൈ ചെയ്യത്തുള്ളൂ. പക്ഷേ പാറ്റ നമുക്ക് എവിടെ നിന്നും അന്വേഷിച്ചിട്ട് കിട്ടിയില്ല ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾക്ക് ഒരു മീനുണ്ട്, നമ്മൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ആ ഒരു മീനിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇന്ന് സൺഡേ ആണ് ഗൈസ്. സൺഡേ ഇപ്പോൾ 5 മണി 5:15 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും. കാരണം ഞാൻ എക്സൈറ്റഡ് ആയിട്ടുള്ള പോലെ തന്നെ നിങ്ങൾ എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വേഗം തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഇടാനാണ് പ്ലാൻ. പക്ഷെ ഞാനിവിടെ വന്നപ്പോഴില്ല ഗൈസ്, ഈ പാടത്ത് എത്ര പേരറിയിച്ചുകൊണ്ടിരുന്നേ കാണിച്ചു തരാട്ടോ ഗൈസ്. ദേ അവിടെ ഒരു കൂട്ടം ആൾക്കാർ ചൂണ്ടുണ്ട്. ദേ ഇവിടെ കുറച്ച് പേര്, ദേ ഇവിടെ കുറച്ച് പേര്, ദേ ഇവിടെ, പിന്നെ ദോ അവിടെ, അങ്ങനെ കുറേ പേര് ചൂണ്ടുണ്ട് കേട്ടോ. പിന്നെ ദേ ഇവിടെ അങ്ങനെ കുറേ പേര് ഈ പാടത്ത് ചൂണ്ടുണ്ട് ഗൈസ്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. നമ്മളെന്തായാലും വേഗം തന്നെ ചൂണ്ടാൻ പോവുക ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ വലിയ കൊളുത്തിലാണ് കേട്ടോ ചൂണ്ടുന്നത്. അതുപോലെ തന്നെ ഒരു പോട്ടി ഇട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം ഗൈസ്. ദേ ഇവിടെ കിണറുണ്ട് കേട്ടോ, നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ മിണ്ടാതിരിക്കാട്ടാ, അല്ലെങ്കിൽ മീൻ വരാറില്ല ശരിക്കും. അതാ കണ്ട കണ്ട കണ്ട, അവന് പുള്ളി പോയിട്ടാ, അവിടെ തന്നെ ഉണ്ട് ആശാൻ. എന്തായാലും ആരും പിടിച്ചിട്ട് പോയിട്ടില്ല, ഭാഗ്യമുണ്ട് നമുക്ക്. അവൻ കിടന്ന് പടിയുണ്ട് കേട്ടോ നമ്മുടെ മീന്. അയ്യോ, പോയി കൊളുത്തി പിടിച്ച്. ഗൈസ്, ആ പൈപ്പിൻ്റെ അവിടെ ഇല്ലേ, ആ ഒരു പ്രദേശത്താണ് നമ്മുടെ വരാൽ വന്നിട്ട് പോണത്. പക്ഷെ നമ്മൾ ഫസ്റ്റ് കണ്ട നീല കളർ വാലുള്ള വരാലില്ലേ, അതുപോലെ തോന്നുന്നില്ല കേട്ടോ ഇത്. അതാരെങ്കിലും പിടിച്ചിട്ട് കൊണ്ടുപോയൊന്നും അറിയില്ല. എന്തായാലും ഇപ്പം കണ്ടതും വലിയ വരാലാണ് കേട്ടോ. ഞാൻ സംസാരിക്കാണ്ടിരിക്കാം ഗൈസ്, എന്നാലേ അവൻ വരുള്ളൂ. ഗൈസ്, നമ്മൾക്ക് കിട്ടിയിട്ട് പക്ഷെ ചെറിയ വരാൽ കണ്ട. ഓ, ചെറിയ വരാൽ. അയ്യോ, മീന് പോയി, നമ്മുടെ മീന് പോയി ഗൈസ്. പക്ഷേ ചെറിയ വരാലാണ് കിട്ടിയിട്ടുള്ളത്, നമ്മൾ ഉദ്ദേശിച്ച വലിയ വരാലല്ല കേട്ടാ. എന്തായാലും മീന് കിട്ടി, സെറ്റായി ഗൈസ്. ഇതേ കണ്ട 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 കണ്ട, നമ്മൾ ഉദ്ദേശിച്ച വരാൽ ഇതിനേക്കാൾ നല്ല സൈസ് ഉണ്ട്. വാലൊക്കെ നല്ല കളറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേടാ കറക്റ്റ് സമയത്തിന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതാണ് പെട്ടെന്ന് അടിച്ച്. ഗൈസ്, നമ്മളെ ഇത്രയും ദിവസം ഇട്ട് കളിപ്പിച്ച ഈ മീൻ ഇതല്ലെങ്കിലും നമ്മൾ ഒരുത്തനെങ്കിലും പിടിച്ചിട്ടുണ്ട്. ഓ, അവൻ്റെ വാലിട്ട് അനക്കണ നോക്ക്. ഹായ്, നല്ല ഭംഗിയുണ്ട് ഗൈസ്. നമ്മൾ ആ വരാലിൻ്റെ വായിൽ നിന്ന് നമ്മൾ പോട്ടനെ രക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ പോട്ട ചത്തെന്ന് തോന്നുന്നു. നമ്മൾ അടുത്ത വരാൽ പിടിക്കാനുള്ള ചാൻസ് കൂടി ഉണ്ട് ഗൈസ്, പോട്ടുള്ളതുകൊണ്ട്. നമ്മൾ ഉദ്ദേശിച്ച കറക്റ്റ് സമയത്തിന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതാണ് എൻ്റെ സങ്കടം. ഗൈസ്, പോട്ട മീൻ വർക്കിംഗ് ആണ് കേട്ടോ. എന്തായാലും താങ്ക്സ് ഗൈസ്, നിങ്ങൾ ഈ കമൻറ്റ് ചെയ്തതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു ഐഡിയ കിട്ടിയത്. ഇനി വരാൽ വല്ലതും പൊങ്ങുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് കുറച്ച് നേരം മിണ്ടാണ്ടിരിക്കാം. നമ്മൾ ഉദ്ദേശിച്ച വരാൽ ഇവിടെ തന്നെയുണ്ട്. അവിടെ വന്നിട്ട് പോയി, അവിടെ അവിടെ അവിടെ. സോ നമ്മളെ വരാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. ഓ, 2 വരാൽ, 3 വരാൽ ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ കുറേ വരാലുണ്ട് കേട്ടോ.
കിടന്ന് പിടയ്ക്കണം നോക്ക്. ഗായ്സ് നമ്മൾ തവള ഇട്ടതായിരുന്നു കേട്ടോ, പക്ഷേ തവളനെ കടിച്ചൊരു വിധമാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ തിന്നൊന്നും അറിയില്ല, നമ്മൾക്ക് ഒന്നുകൂടി ഇട്ട് നോക്കാട്ടാ. ഗൈസ് നമ്മൾ ഇന്ന് പിടിക്കാൻ വന്നത് നമ്മൾ 3 ദിവസമായിട്ട് നമ്മളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ നീല കളർ വാലുള്ള ഒരു വരാലായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വന്നത് ഞാൻ വരാലിനെ നോക്കി, പക്ഷേ കുറേ നേരമായിട്ട് ആ വരാലിനെ കണ്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ ആരെങ്കിലും പിടിച്ചിട്ട് പോയിട്ടുണ്ടാവുന്നു, കാരണം ഈ കിണറ്റിൽ എല്ലാവരും വന്നിട്ട് പിടിച്ചിട്ട് പോകാറുണ്ട്. അപ്പോൾ പിടിച്ചിട്ട് പോയെന്ന് വിചാരിച്ചു, പക്ഷേ ആ വരാൽ കുറച്ച് ജാഗ്രതയായിട്ടാണ് ഇരിക്കുന്നത്, കാരണം അത്രയ്ക്ക് മേലെ വന്നിട്ടൊന്നും എയർ എടുക്കണില്ല. പണ്ടത്തെ പോലെ മേലെ വന്നിട്ട് കുറേ നേരം നീന്തണമൊന്നുമില്ല കേട്ടോ. ഇപ്രാവശ്യം കുറച്ച് 1-2 മാറി മാത്രമേ ഞാൻ കണ്ടുള്ളൂ, ബാക്കിയൊക്കെ വേറെ ചെറിയ ചെറിയ വരാലാണ്, പിന്നെ വേറെ വരാലൊക്കെയാണ്. എന്തായാലും നമ്മൾക്ക് ഇന്നൊരു വരാൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ 2-3 പ്രാവശ്യം നമ്മുടെ ഇന്ന് വരാൽ മിസ്സായി പോയിട്ടുണ്ട്. നമ്മൾ പിന്നെ പോട്ടമീൻ തിന്നിട്ട് പോയിട്ട് പിന്നെ വേറെ നമ്മൾ തവള പിടിച്ചിട്ടൊക്കെ ഇട്ട് നോക്കിയിട്ട്, പക്ഷേ അതൊന്നും നടപടി ആയില്ല. പിന്നെ ഇപ്പോൾ രാത്രിയായി, ഇനിയിപ്പോൾ ഈ സമയത്ത് വരാൽ പിടിച്ചാൽ കിട്ടുമെന്നൊന്നും അറിയില്ല. എന്നാലും ഇവിടെ നല്ല കൊതുകിൻ്റെ ശല്യം. ഇനി നമ്മൾക്ക് വീടെത്തണം, ഒരു 10-30 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ വീട്ടിലേക്ക്, അപ്പോൾ അവിടെ എത്തണം. അതുകൊണ്ടാണ് ഗൈസ് ഇനി നമ്മൾക്ക് തറവാട്ടി വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ ആ നീല കളർ വാലുള്ള വരാൽ അവൻ കുറച്ച് ജാഗ്രതയായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ത്രിബിൾ ഹുക്ക് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ ആ വരാലില്ലേ മേലെ നിൽക്കുന്നില്ല നീ, അതുകൊണ്ടാണ് മേലെ നിൽക്കാത്തതുകൊണ്ടാണ് നമ്മൾക്ക് ത്രിബിൾ ഹുക്ക് വെച്ചിട്ട് പറ്റുന്നില്ല. അവൻ കുറച്ച് നേരം വരും, എയർ എടുത്തിട്ട് പിന്നെ താഴെ പോകും, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്തായാലും ത്രിബിൾ ഹുക്ക് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ പോട്ട മീൻ വെച്ചിട്ട് തന്നെ ഒരു വരാൽ പിടിച്ചു ഗൈസ്. അപ്പോൾ അത് വർക്കിംഗ് ആണ്. കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ ഭയങ്കര സന്തോഷമാണ് ഗൈസ്, കാരണം കുറേ കമൻസ് വന്നിട്ട് ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ആയിട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, ബൈ.